ഈശോ ഈശോ നാഥ സുഖമാക്കുവാനായി വരണേ വരണേ വരണേ. ഈശോ ഈശോ നാഥ സുഖമാക്കുവാനായി വരണേ വരണേ വരണേ. പതിനായിരങ്ങളും പാടുന്നു തിരുനാഥനീശനെ വാഴ്ത്തുന്നു. പതിനായിരങ്ങളും പാടുന്നു തിരുനാഥനീശനെ വാഴ്ത്തുന്നു. പതിനായിരങ്ങളും പാടുന്നു ഒരു സ്നേഹഗീതമായി പാടുന്നു. പതിനായിരങ്ങളും പാടുന്നു ഒരു സ്നേഹഗീതമായി പാടുന്നു. വിശാലം നിൻ വാത്സല്യം കടൽ പോലെ ഒഴുകുന്നു. കൃപയായി നിൻ കാരുണ്യം ആകാശം പോലെ. വിശാലം നിൻ വാത്സല്യം കടൽ പോലെ ഒഴുകുന്നു. കൃപയായി നിൻ കാരുണ്യം. ആരാധിക്കാം ദൈവത്തെ ആരാധിക്കാം ദൈവത്തെ ആരാധിക്കാം ദൈവത്തെ എന്നും വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നു, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ 6 തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. എഴുതിയെടുത്ത് പഠിച്ചോ. ചിലര് പറയാറുണ്ട്, അച്ഛാ അയ്യോ 1,900 പ്രശ്നങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്, 15,000 പ്രശ്നങ്ങളുണ്ട്. അങ്ങനെയല്ല. ബൈബിള് പഠിപ്പിക്കുന്നത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ 6 തരത്തിലുള്ള പ്രശ്നങ്ങൾ എന്നാണ്. ഒന്നാമത്തെ പ്രശ്നം, പ്രത്യേകിച്ച് ഈ പറയുന്ന പ്രശ്നങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് പഠിപ്പിക്കുന്നത് ജോബിന്റെ പുസ്തകത്തിലാണ്. പലതവണ വായിച്ച് ധ്യാനിച്ചിട്ടുള്ള പുസ്തകമല്ല ജോബിന്റെ പുസ്തകം. ജോബിന്റെ പുസ്തകത്തിൽ കൃത്യമായിട്ട് ഈ മേഖലകൾ പഠിപ്പിക്കും. ഒന്നാമത്തെ പ്രശ്നം സോഷ്യൽ പ്രോബ്ലംസ്, സാമൂഹിക പ്രശ്നങ്ങൾ. മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണ്. നമ്മൾ ജീവിക്കുന്ന ഈ ദേശത്ത് ഉണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മളെയും ബാധിക്കും. സ്വാഭാവികം. നാട്ടിലെ രാഷ്ട്രീയമാവാം, മതപരമായ കാര്യങ്ങളാവാം, നമ്മൾ ജീവിക്കുന്ന ചുറ്റുവട്ടത്തുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മളെ ബാധിക്കും. അപ്പൊ ഒന്നാമത്തത് സാമൂഹിക പ്രശ്നങ്ങൾ. രണ്ടാമത്തത് കുടുംബത്തിലെ പ്രശ്നം, ഫാമിലി പ്രോബ്ലംസ്. സെക്കൻഡ് വൺ ഫാമിലി പ്രോബ്ലംസ്. കുടുംബത്തിലൊക്കെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്വരച്ചേർച്ച, മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള പ്രശ്നം, അല്ലേ? അതിപ്പോ കോൺവെന്റിലാണെങ്കിൽ സിസ്റ്റേഴ്സ് തമ്മിൽ, അച്ഛന്മാരാണെങ്കിൽ അച്ഛന്മാരുടെ ഇടയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബത്തിലെ പ്രശ്നം. ഒന്നാമത്തെ പ്രശ്നം സാമൂഹിക പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം കുടുംബത്തിലെ പ്രശ്നം. മൂന്നാമത്തെ പ്രശ്നം സാമ്പത്തിക പ്രശ്നം. സാമ്പത്തികം പലതരത്തിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ നമുക്കൊക്കെ ഉണ്ട്. കൈപൊക്കാൻ പറയുന്നില്ല, ചിന്തിച്ചാൽ മതി. സാമ്പത്തികമായി പലതരത്തിലുള്ള ഞെരുക്കങ്ങളുണ്ട്. ചോദിക്കട്ടെ, സാമ്പത്തികമായിട്ട് ഉള്ളവർക്കാണോ ഇല്ലവർക്കാണോ പ്രശ്നം കൂടുതൽ? ഉള്ളവർക്കാണോ ഇല്ലാത്തവർക്കാണോ? ഉള്ളവർക്കാ. ഇല്ലാത്തവർക്ക് ഒരു കുഴപ്പമില്ല, ഉള്ള കഞ്ഞി ബിരിയാണി എന്ന് കരുതി കഴിച്ചവർ ജീവിച്ചോളും. എന്നാൽ ഉള്ളവർക്കാണ് ഭാരം കൂടുതൽ. ശ്രദ്ധിച്ചോണം. അപ്പോൾ ഒന്നാമത്തെ പ്രശ്നം ഏതാണ്? സാമൂഹിക പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം കുടുംബത്തിലെ പ്രശ്നം. മൂന്നാമത്തത് സാമ്പത്തിക പ്രശ്നം. നാലാമത്തെ പ്രശ്നം ശാരീരികമായ രോഗങ്ങൾ. ശാരീരികം, ഫിസിക്കൽ സിക്നസ്. പണ്ടത്തെ പോലെയല്ല. പ്രത്യേകിച്ച് കൊറോണയ്ക്ക് ശേഷം ഇപ്പോഴും ശ്വാസം മുട്ടല്, ഇപ്പോഴും രുചി കിട്ടുന്നില്ല, ഇപ്പോഴും ചില രോഗങ്ങൾ വിട്ടുമാറുന്നില്ല. പല രീതികളിലുള്ള പുതിയ രോഗങ്ങൾ പോലും നമ്മളിൽ പലരെയും പീഡിപ്പിക്കുന്നു, ഭാരപ്പെടുത്തുന്നു. ഈ അടുത്ത കാലത്ത് ഒരു ഇടവകപ്പള്ളിയിൽ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ചെന്നപ്പോ അവിടുത്തെ വികാരിച്ചൻ പറഞ്ഞു, അച്ചോ ഞങ്ങളുടെ ഇടവകയിൽ കഴിഞ്ഞ 1.5 മാസത്തിനുള്ളിൽ 6 സ്ത്രീകൾ മരിച്ചു. ഞാൻ ചോദിച്ചു, എന്നാ പറ്റി? അച്ഛാ, ഹാർട്ട് അറ്റാക്ക്. ആർക്ക്? സ്ത്രീകൾക്ക്. പൊതുവെ ഈ ഹാർട്ട് അറ്റാക്ക് ആരുടെ അവകാശമാണ്? പുരുഷന്മാരുടെ അവകാശമാണല്ലേ. കാരണം സ്ത്രീകൾക്ക് ഹാർട്ട് ഇല്ലല്ലോ. അങ്ങനെയാണോ? ഇപ്പൊ കാലം തെളിയിക്കുന്നു, സ്ത്രീകൾക്ക് ഹാർട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ അച്ഛൻ എന്നോട് പറയാ, അച്ഛാ ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് ഈ അച്ഛൻ പഠിച്ചോണ്ടിരിക്കുക. അതായത് അച്ഛാ,
സ്ത്രീകളുടെ മരണനിരക്ക് വർദ്ധിച്ചു. പ്രത്യേകിച്ച് സൈലന്റ് അറ്റാക്ക് വർദ്ധിച്ചു. അതും പ്രായമുള്ളവർക്കൊന്നും അല്ല, 30-നും 50-നൊക്കെ ഇടയ്ക്ക് പ്രായമുള്ളവര്. പേടിയായാവോ? 30-നും 50-നൊക്കെ ഇടയ്ക്ക് പ്രായമുള്ളവരുടെ സൈലന്റ് അറ്റാക്ക് വർദ്ധിച്ചു. കൊറോണയ്ക്ക് ശേഷമുള്ള വലിയൊരു അപകടത്തെക്കുറിച്ച് അച്ഛൻ പറയുക. ഞാനിത് പറയുമ്പോൾ പലതരത്തിലുള്ള ശാരീരിക രോഗപീഠകൾ എന്നെയും നിങ്ങളെയും ഈ കാലഘട്ടത്തിൽ പണ്ടത്തെക്കാൾ കൂടുതലായി പീഡിപ്പിക്കുന്നുണ്ട്. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പൊ എത്ര പ്രശ്നമായി? 4. 1 സാമൂഹിക പ്രശ്നം, 2 കുടുംബ പ്രശ്നം, 3 സാമ്പത്തികം, 4 ശാരീരികം, 5-മത്തെ പ്രശ്നം മാനസിക പ്രശ്നങ്ങൾ, മെന്റൽ പ്രോബ്ലംസ്. ഞാൻ ചോദിക്കട്ടെ, മാനസികമായ എന്തെങ്കിലും തരത്തിലുള്ള രോഗമുള്ളവരൊന്ന് കൈപൊക്കാവോ? മാനസികമായ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അസ്വസ്ഥത ഉള്ളവർ ആരുമില്ലേ? ഞാൻ ഏതായാലും ഉണ്ട്, വേറെ വലിയൊരു ഉണ്ടോന്ന് അറിയാനാ? കുറച്ചു പേരേ ഉള്ളൂ. വെരി ഗുഡ്. ഇങ്ങോട്ട് നോക്കിയേ, കൈപൊക്കാത്തവരെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. അതേന്ന് മാനസിക രോഗം ഉണ്ടെന്നുള്ളതിന്റെ തെളിവാണത്. അതായത് ഈ ഇങ്ങനത്തെ ഒരു അസ്വസ്ഥതയുള്ളവർ ഒരിക്കലും സമ്മതിക്കുകയല്ല. ഞാൻ ഈ മാനസിക രോഗം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭ്രാന്തൊന്നും അല്ല കേട്ടോ. മറിച്ച് ഇങ്ങോട്ട് നോക്കിക്കേ, ഈ കാലഘട്ടത്തിൽ പുതിയ പുതിയ പേരുകളിലൊക്കെ പുതിയ മൂഡ് സ്വിങ്സ് എന്നൊക്കെ പറഞ്ഞ് പിള്ളേര് വരുന്നില്ലേ? മാനസികമായിട്ടുള്ള പുതിയ തരത്തിലുള്ള വ്യതിയാനങ്ങൾ, ഡിപ്രഷനും ആങ്സൈറ്റിയും സ്ട്രെസ് എന്നൊക്കെ പറഞ്ഞ് പുതിയ പേരൊക്കെ ഇട്ട് വിളിക്കുന്നുണ്ടല്ലോ അല്ലെ? സ്ട്രെസ്. കഴിഞ്ഞ ദിവസം ധ്യാനിക്കാൻ വന്നൊരു ഫാമിലിയിൽ ഒരു കൊച്ചുണ്ടായിരുന്നു. ഒരു കൊച്ച്, വലിയ പ്രായമൊന്നും ഇല്ല. അപ്പൊ ഈ കൊച്ച് എന്നെ കണ്ടപ്പോ എന്നോട് പറഞ്ഞു, ഫാദർ പ്ലീസ് പ്രേ ഫോർ മീ. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തിനാ? ഫാദർ എക്സാം, സ്ട്രെസ്. കൊച്ച് അതിന് സ്ട്രെസ് ആണെന്ന്. അതിന്റെ മമ്മിയോട് ഞാൻ ചോദിച്ചു, ഇത് എന്തുവാ? അച്ഛാ, ഇപ്പോഴേ ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ സ്ട്രെസ്സാ ഫാദറെ, സ്ട്രെസ് എന്നുള്ളത് ഒരു ഇംഗ്ലീഷ് വേർഡാണ്. അതിന്റെ മലയാളം എന്താ? മലയാളം സ്ട്രെസ് എന്നുള്ള വാക്കിനൊരു നല്ല മലയാളം വാക്കുണ്ട്, രാജപുരംകാർക്ക് അറിയേണ്ടതാണ്. സ്ട്രെസ്, മാനസിക സമ്മർദ്ദം. ശരിയാണ്. അല്പം കൂടെ ഒരു മലയാളത്തിലൊരു നല്ല വാക്കുണ്ട്, എന്നാന്നറിയാവോ? പിരിമുറുക്കം. പിരി ഇങ്ങനെ മുറുകിയിരിക്കുന്ന. എന്തിന്റെ പിരി? നമ്മുടെ മനസ്സിന്റെ പിരിയില്ലേ? ഈ മനസ്സിന്റെ പിരി ഇങ്ങനെ മുറുകിയിരിക്കുന്നു. ചിലർക്ക് പിരി വെട്ടി, ചിലരുടെ പിരി ലൂസ്, ചിലർക്ക് പിരി ഇല്ല. എന്തിന്റെ പിരിയാ? നമ്മുടെ മനസ്സേ. അതായത് നമ്മുടെ മനസ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്, ഒരു സമയത്ത് ഒരു കാര്യം മാത്രമേ താങ്ങാൻ പറ്റൂ. ഒരു സമയത്ത് ഒരു കാര്യം മാത്രം. നമ്മൾ എന്ത് ചെയ്യും? ഒരു സമയത്ത് 10 കാര്യം ചെയ്യും. അപ്പൊ ഈ മനസ്സിന് താങ്ങാൻ പറ്റില്ല. ആ മനസ്സ് ഇങ്ങനെ പിരി ഇങ്ങനെ മുറുകിക്കൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉദാഹരണത്തിന് ഞാനിപ്പോ, ഇത് വെള്ളിയാഴ്ചയാണ്, ഇന്നിപ്പോ ഇവിടെ ഇരുന്നുകൊണ്ട് ഞാൻ പ്രസംഗിക്കുന്നു. അപ്പൊ അവിടെ ഇരിക്കുന്ന ചേട്ടൻ ചിന്തിക്കുകയാണ്, അടുത്ത തിങ്കളാഴ്ച ഒരാൾക്ക് 50,000 രൂപ കൊടുക്കാനുണ്ടെന്ന് ചിന്തിക്കുന്നു. അപ്പൊ ഞാനിവിടെ വെള്ളിയാഴ്ച പ്രസംഗിക്കുന്നു, ചേട്ടൻ ചിന്തിക്കുന്നത്, 50,000 രൂപ കൊടുക്കാനുണ്ടല്ലോ, എങ്ങനെ കൊടുക്കും, ആരോട് മേടിക്കും, ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ വെള്ളിയാഴ്ചയും തിങ്കളാഴ്ചയും തമ്മിൽ കൂട്ടിയിടിക്കും അയാളുടെ ഉള്ളിൽ, മനസ്സിൽ. അതിങ്ങനെ പിരി ഇങ്ങനെ മുറുകും അല്ലെ? വെള്ളിയാഴ്ച ഞാൻ, അദ്ദേഹത്തിന്റെ തിങ്കളാഴ്ച, ഇത് രണ്ടും കൂടെ ഇങ്ങനെ പിരി ഇങ്ങനെ മുറുകി വരും അല്ലെ? അതിങ്ങനെ മുറുകി വരുമ്പോൾ എന്ത് പറ്റും? അത് തലവേദനയാവും, കൈവേദനയാവും, കാലുവേദനയാവും, പലതരത്തിലുള്ള വേദനകളും അസ്വസ്ഥതകളുമാവും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൽ നിന്നെ ഇതാ വീണ്ടെടുക്കാൻ ആഗ്രഹിക്കപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടെടുപ്പെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇതാ നഷ്ടപ്പെട്ടു പോയത് വീണ്ടും തിരിച്ചു പിടിക്കുന്നു. പാപം ചെയ്യുമ്പോൾ നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സ്, നമ്മുടെ ആത്മാവ്, നമ്മുടെ ജീവിത വഴികൾ പാപബന്ധനത്തില്, മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ സാത്താന്റെ അടിമത്തത്തിലേക്ക് പോകുന്നു. എന്നാൽ പരിശുദ്ധ കുമ്പസാരത്തിൽ പാപമോചനവും അതോടൊപ്പം തന്നെ യേശു ക്രിസ്തുവിന്റെ രക്തം വഴി രക്ഷ, വീണ്ടെടുപ്പും നമുക്ക് ലഭിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 6 പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. 6-മത്തെ പ്രശ്നമായ ആത്മീയ തകർച്ച കുടുംബത്തിലോ വ്യക്തി ജീവിതത്തിലോ അനുഭവിക്കുന്നുണ്ടോ? ആ പ്രശ്നം നമ്മൾ പരിഹരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ബാക്കിയുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും.
ആത്മീയ പ്രശ്നം പരിഹരിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കുടുംബത്തിൽ സമാധാനം കിട്ടും. ശ്രമിച്ചു നോക്കൂ. മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഉത്തരം കിട്ടും, വ്യക്തിബന്ധങ്ങളിൽ സൗഖ്യം കിട്ടും, സാമ്പത്തിക മേഖലകൾ അനുഗ്രഹം കിട്ടും. അതാണ് കൺവെൻഷനിലും ധ്യാനങ്ങളിൽ സംഭവിക്കുന്ന മാജിക്ക്. ഒരുപക്ഷെ നമ്മൾ സാമ്പത്തിക പിരിമുറുക്കം വരുമ്പോൾ നമ്മൾ ഇങ്ങനെ ചിന്തിക്കും, ദൈവമേ എവിടുന്ന് എടുത്ത് വീട്ടു എന്ത് ചെയ്യും? അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ സഹോദര സഹോദരി, നിന്റെ ആത്മീയ പ്രശ്നത്തെ പരിഹരിക്കുമ്പോൾ അതിനുള്ള വഴി ദൈവം നിനക്ക് തുറന്നു തരും. വലതുകര ഉയർത്തി വെച്ചത് ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. അപ്രകാരം നിനക്ക് കിട്ടുന്ന രക്ഷയെ കുറിച്ചാണ് വചനം പഠിപ്പിക്കുന്നത്. യേശു ക്രിസ്തുവിലൂടെ പാപമോചനവും അവന്റെ രക്തം വഴി നമുക്ക് രക്ഷയും. യേശു ക്രിസ്തുവിന്റെ രക്തം നമുക്ക് രക്ഷ നൽകുന്നു, വീണ്ടെടുപ്പ് നൽകുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. 1 കൊരിന്തോസ് 6-ാം അധ്യായം 19-20 ഒന്ന് വായിച്ചേ. നമുക്ക് പരിചയമുള്ള വചനാണ്, പക്ഷെ ഇപ്പോ ഈ വചനം വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഒരു കാര്യം പഠിപ്പിക്കുകയാണ്. 1 Corinthians chapter 6 verse 19 and 20. 1 കൊരിന്തോസ് 6-ാം അധ്യായം 19-20 തിരുവചനം വായിച്ചോ. നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിന്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? നെക്സ്റ്റ് സെന്റൻസ്, നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല. നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. വലതും ഇടതും ഇരിക്കുന്നവരോട് പറഞ്ഞു കൊടുത്തേ, നീ നിന്റെ സ്വന്തമല്ല. രാജപുരംകാരെ വചനം പഠിപ്പിക്കുന്നു, നീ നിന്റെ സ്വന്തമല്ലെന്ന്. പിന്നെ ആരുടെയാ? അടുത്ത വചനം വായിച്ചേ. നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. നമ്മൾ നേരത്തെ വചനത്തിൽ പഠിച്ചില്ലേ? യേശുവിന്റെ രക്തത്താൽ നിന്നെ ഇതാ വിലയ്ക്ക് വാങ്ങപ്പെട്ട വ്യക്തിയാണ്. പാപം ചെയ്യുന്നതോടുകൂടെ നമ്മുടെ ശരീരത്തിന്റെ ഉടമസ്ഥാവകാശം ഇതാ പിശാച് ഏറ്റെടുക്കും. സ്വാഭാവികമായിട്ടും നമ്മുടെ എല്ലാ പ്രവർത്തികളും തകർന്നു പോകും. എന്നാൽ ഈ പാപമോചനം ലഭിക്കുന്ന വ്യക്തിയിലേക്ക് യേശുവിന്റെ രക്തത്തിന്റെ ശക്തി അനുഭവിക്കുന്നതോടുകൂടെ, യേശുവിന്റെ രക്തത്തിന്റെ ശക്തി അനുഭവിക്കുന്നതിലൂടെ ആ വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങുകയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ, ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഈ രാത്രി നമ്മൾ പറയേണ്ടത് എന്നാണെന്നറിയാവോ? ഞാൻ യേശുവിന്റെ സ്വന്തമാണ്. പറഞ്ഞേ, ഞാൻ യേശുവിന്റെ സ്വന്തമാണ്. യേശുവിന്റെ രക്തത്താൽ ഞാൻ വിലയ്ക്ക് വാങ്ങപ്പെട്ട വ്യക്തിയാണ്. യേശുവിന്റെ രക്തത്താൽ ഞാൻ വിലയ്ക്ക് വാങ്ങപ്പെട്ട വ്യക്തിയാണ്. സാത്താൻ എന്റെ മേൽ അവകാശമില്ല. സാത്താൻ എന്റെ മേൽ അവകാശമില്ല. പറഞ്ഞേ, ഉച്ചത്തിൽ പറ. എല്ലാ ദിവസവും ഇതൊരു 10-15 തവണ അങ്ങോട്ട് പറയണം. ഞാൻ യേശുവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട വ്യക്തിയാണ്. സാത്താൻ എന്റെ മേൽ അവകാശമില്ല. ഇത് പറയുമ്പോ തന്നെ വലിയൊരു ഡെലിവറൻസ് നമ്മുടെ ശരീരത്തിലും കുടുംബത്തിലും സംഭവിക്കും. വലതുകര ഉയർത്തി പറ ആമേൻ, 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 ആമേൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ഈ വചനം ഞാൻ നേരത്തെ പറഞ്ഞ ചെറുപ്പക്കാരന്റെ മുമ്പിലേക്ക് വെച്ചുകൊടുത്തു. കുമ്പസാരം കഴിഞ്ഞ് അവൻ ഇത് വായിച്ചുകൊണ്ട് അവൻ കരയാൻ തുടങ്ങി. അവൻ പറഞ്ഞു, എന്റെ ശരീരമാണെന്നാണ് ഞാൻ കരുതിയത്. എനിക്ക് തോന്നുന്നത് പോലെ ചെയ്യാം, എനിക്ക് തോന്നുന്നത് കാണാം. അല്ലെന്ന്, നിന്റെ ശരീരമല്ല, ഇത് യേശുവിന്റെ ശരീരമാണ്. യേശുവിന്റെ ശരീരമാണെങ്കിൽ നിനക്ക് തോന്നുന്നത് പോലെ പ്രവർത്തിക്കാനുള്ള ശരീരമല്ല. പ്രിയപ്പെട്ടവരെ, അവനൊരു തീരുമാനമെടുത്തു. അടുത്ത വചനം ഒന്ന് വായിച്ചേ. 20-ാം വചനം, 1 കൊരിന്തോസ് 6-ാം അധ്യായം 20-ാം തിരുവചനം. 1 Corinthians chapter 6 verse 20 ഒന്ന് വായിച്ചേ. നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. ആ ചെറുപ്പക്കാരൻ തീരുമാനമെടുത്ത് എന്തെന്നറിയാവോ? അച്ചോ, എന്റെ ഈ ശരീരത്തിൽ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തും. ഈ ശരീരം യേശു ക്രിസ്തുവിനുള്ളതാണ്. ധ്യാനം കഴിഞ്ഞ് ചെറുപ്പക്കാരൻ തിരിച്ചുപോയില്ല. അവൻ കുറെ ദിവസം അവിടെ ഇരുന്ന് ത്യാഗമെടുത്ത് ഉപവാസ പ്രാർത്ഥനയിൽ പങ്കുചേർന്നു. ഇപ്പോൾ പോട്ടാശ്രമത്തിലെ എല്ലാ ധ്യാന ശുശ്രൂഷകളുടെ ആരംഭ ദിവസം അവിടെ വന്ന് പല കാര്യങ്ങളിൽ സഹായിക്കും. അടുക്കളയിൽ പോയി സഹായിക്കും, പലതരത്തിലുള്ള ശുശ്രൂഷകൾ ചെയ്യും. വാഷ്റൂമൊക്കെ കഴുകിയിടും, ബാത്റൂമൊക്കെ കഴുകും. അവൻ ഓരോ ശുശ്രൂഷ ചെയ്യുമ്പോൾ അവന്റെ തീരുമാനം, എന്റെ ശരീരം ഇത് യേശുവിൻ്റെതാണ്. ഞാൻ ഈശോയ്ക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത്. യേശുവിന്റെ രക്തത്താൽ ഞാൻ വിലയ്ക്ക് വാങ്ങപ്പെട്ട വ്യക്തിയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ രാത്രിയിൽ ദൈവത്തിന്റെ ആത്മാവ് പഠിപ്പിക്കുന്നു,
നിന്റെ ജീവിതത്തിലെ ആത്മീയ തകർച്ചകളിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രഖ്യാപിക്കേണ്ട കാര്യം എന്താണ്? ഇതാ യേശു എന്നെ വിലയ്ക്ക് വാങ്ങി, ഞാൻ യേശുവിന്റെ സ്വന്തമാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയ, ഹല്ലേലൂയാ, ഹല്ലേലൂയ. വലതും ഇടതും ഇരിക്കുന്നവർ കൈ കൊടുത്തോണ്ട് പറഞ്ഞ്, നീ യേശുവിന്റെ സ്വന്തമാണ്, നീ യേശുവിന്റെ സ്വന്തമാണ്, നീ യേശുവിന്റെ സ്വന്തമാണ്. നീ യേശുവിന്റെ സ്വന്തമാണ്. സാത്താന് നിന്റെ മേൽ അവകാശമില്ല, സാത്താന് നിന്റെ മേൽ അവകാശം, സാത്താന് നിന്റെ മേൽ അവകാശമില്ല. സാത്താന് നിന്റെ മേൽ അവകാശം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ, ഹല്ലേലൂയ. നമ്മൾ ഈ കാര്യം ഇടയ്ക്കിടയ്ക്ക് പ്രഖ്യാപിക്കണം. നമ്മുടെ വീട്ടിലെ ചില പ്രശ്നങ്ങളുണ്ടല്ലോ, ആ പ്രശ്നങ്ങളുടെ മേലെ നമ്മൾ പറയണം, സാത്താൻ എൻ്റെ വീട്ടിൽ അവകാശമില്ല, ഞാൻ യേശുവിന്റെ സ്വന്തമാണ്. നിങ്ങളുടെ കൃഷിയിടം, നിങ്ങളുടെ ബന്ധങ്ങൾ, നിങ്ങളുടെ കുടുംബത്തിൽ ഏത് കാര്യത്തിലാണെങ്കിലും ഇടയ്ക്കിടയ്ക്ക് പറയണം, സാത്താൻ എൻ്റെ മേൽ അവകാശമില്ല, ഞാൻ യേശുവിന്റെ സ്വന്തമാണ്. എൻ്റെ വീട് യേശുവിന്റെ സ്വന്തമാണ്, എൻ്റെ കൃഷിയിടം യേശുവിന്റെ സ്വന്തമാണ്, സാത്താൻ എൻ്റെ മേൽ അവകാശമില്ല. ഹല്ലേലൂയാ, ഹല്ലേലൂയ, ഹല്ലേലൂയാ, ഹല്ലേലൂയ. ആകയാൽ രാജപുരംകാരെ വചനം പഠിപ്പിക്കുന്നു, ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. ഗ്ലോറി ടു ഗോഡ്. ദൈവത്തെ മഹത്വപ്പെടുത്തണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയ. ഈ ശരീരത്തിൽ എന്താ ചെയ്യേണ്ടത് പറഞ്ഞേ? ദൈവത്തെ മഹത്വപ്പെടുത്തണം, ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഒരു വികാരിച്ചൻ പറഞ്ഞിട്ട് ഒരു കുടുംബത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പോയി. ആ ഇടവകയിലെ പ്രമാണിയായിട്ടുള്ള ഒരാളുടെ കുടുംബമാണ്. ഇയാൾ കഴിഞ്ഞ 2 വർഷമായിട്ട് കിടപ്പ് രോഗിയാണ്, കിടപ്പ് രോഗി. വികാരിച്ചൻ പറഞ്ഞു, അച്ഛാ എന്നാ ചെയ്യേണ്ടെന്ന് അറിഞ്ഞുകൂടാ, അതുപോലത്തെ ഒരവസ്ഥയാ, ഒന്ന് പോയി ചെന്ന് പ്രാർത്ഥിക്കും. കുറച്ച് ടീം മെമ്പേഴ്സ്, പ്രാർത്ഥനാ ഗ്രൂപ്പ് അംഗങ്ങളൊക്കെ ആയിട്ട് അയാളുടെ വീട്ടിലോട്ട് ചെന്നു. വലിയൊരു മണിമാളിക, ഭാര്യയും മക്കളും വാതുക്കെ കാത്തു നിൽക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാനും പറഞ്ഞു സ്തുതിയായിരിക്കട്ടെ. വാച്ച, ഞങ്ങളുടെ അപ്പന് വേണ്ടി അച്ഛനൊന്ന് പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചു, അപ്പൻ എവിടെ? അപ്പനകത്ത് കിടപ്പ. വാ. ആദ്യത്തെ സ്വീകരണ മുറി കഴിഞ്ഞു, 2ാമത്തെ ഒരു മുറി കഴിഞ്ഞു, 3ാമത്തെ ഒരു മുറി, ഭയങ്കര ഇരുട്ട് പിടിച്ചൊരു മുറി. ഞാൻ ചോദിച്ചു, ഇരുട്ടത്താണോ അപ്പനിട്ടിരിക്കുന്നത്? ഈ മുറിയിൽ വെട്ടവും വെളിച്ചോ ഇല്ലേ? അച്ഛാ, അപ്പൻ അതാണ് ഇഷ്ടം, കിടപ്പ. ഈ മുറിയിൽ ഇരുട്ട് മാത്രമൊന്നല്ല, ഭയങ്കര ദുർഗന്ധം. ഓ, ദുർഗന്ധം സഹിക്കാൻ പറ്റണില്ല. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തൊരു മനുഷ്യരാ? ഈ മുറി, അപ്പം കിടക്കുന്ന മുറിയല്ല, ഒന്ന് ക്ലീൻ ചെയ്തുകൂടെ? അവിടെ ഒരു നല്ല വെട്ടവും വെളിച്ചവും ഉള്ള മുറിയാക്കി മാറ്റിക്കൂടെ? അപ്പം കിടക്കുന്ന മുറിയല്ലേ. അച്ഛാ, ആഗ്രഹമുണ്ട്, അപ്പൻ സമ്മതിക്കണ്ടേ? ഞാൻ ചോദിച്ചു, ദുർഗന്ധം, അങ്ങോട്ട് ചെല്ല്. ഞാൻ അങ്ങോട്ട് ചെന്നു. മക്കൾ എന്റെ കൂടെയുണ്ട്. ഈ കിടക്കുന്ന കിടപ്പില് അപ്പന്റെ പ്രവൃത്തി എന്നാന്നറിയോ? അവിടെ കിടന്ന് 24 മണിക്കൂറും ചീത്ത തെറി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. കൂട്ടത്തിൽ ആരെങ്കിലും അവിടെ സഹായിക്കാൻ വന്നാൽ അവിടെ കിടന്നുകൊണ്ട് കാർക്കിച്ച് തുപ്പും. ഓ, ഈ ഭാര്യ, ഇയാളുടെ ഭാര്യ എന്നോട് പറയാം, എന്റെ അച്ഛ കണ്ടില്ലേ, ഇതാണ് സ്വഭാവം. ആര് സഹായിക്കും അച്ഛാ? ദുർഗന്ധം സഹിക്കാൻ പറ്റണില്ല അച്ഛാ. ഇയാള് പറയണ ഈ മണം മതി, ഈ ദുർഗന്ധം മതി. അച്ഛാ, ഒന്ന് ഇയാളെ ഒന്ന് തുടയ്ക്കണം, ഒന്ന് വൃത്തിയാക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഈ മുറി ഒന്ന് ക്ലീൻ ചെയ്യണം. സമ്മതിക്കണ്ടേ അച്ഛാ? രാത്രിയിലൊക്കെ കിടന്നുകൊണ്ട് ഓളിയിടുമെന്ന്, കുറുക്കൻ ഇങ്ങനെ ഒച്ച ഉണ്ടാക്കുന്ന പോലെ ഭയങ്കരമായിട്ട് ഓളിയിടും. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ ഭാര്യയോടും മക്കളോടും ചോദിച്ചു, ഇയാൾ എന്താ ഇങ്ങനെ? ഇതെന്തൊരു അവസ്ഥ? രാത്രിയിലൊക്കെ കിടന്നിട്ട് ഇങ്ങനത്തെ ബഹളം ഉണ്ടാക്കുന്നു, ഇതെന്താ അവസ്ഥ? അപ്പോഴാണ് ഭാര്യ പറയണ, അച്ഛാ എങ്ങനെ ഉണ്ടാകാതിരിക്കും? ആയ കാലത്ത് ഈശോയെന്ന് വിളിച്ചിട്ടില്ല അച്ഛാ, ആയ കാലത്ത് ഈശോയെന്ന് വിളിച്ചിട്ടില്ല. ദേ, ഞങ്ങൾ അപ്പുറത്തെ മുറിയിരുന്നോണ്ട് കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് ഞാൻ ഇപ്പുറത്തെ മുറി ഇരുന്നോണ്ട് മദ്യപിക്കും. എന്നിട്ട് അവിടെ ഇരുന്നോണ്ട് ഞങ്ങളെ ചീത്ത പറയും. പള്ളിയിൽ പോകത്തില്ല, പ്രാർത്ഥിക്കത്തില്ല, യേശുവേ എന്ന് വിളിക്കത്തില്ല. ആരോഗ്യം ഉള്ളപ്പോ ഇതൊന്നും ചെയ്തിട്ടില്ല അച്ഛാ, പിന്നെ എങ്ങനെയാ ശരിയാവുന്നേ? ഭാര്യ പറഞ്ഞതിൽ കാര്യമുണ്ട്. ആരോഗ്യം ഉള്ളപ്പോ ഈശോ എന്ന് വിളിച്ചാൽ എന്താ ഗുണമെന്നറിയോ? നിന്റെ ജീവിതത്തിൽ നിനക്ക് ആരോഗ്യം ഇല്ലാത്തപ്പോ ഈ വിളിച്ചത് നിന്റെ തലയുടെ മുകളിൽ കിടക്കും, ഒരു അനുഗ്രഹം പോലെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. മനസ്സിലാവണുണ്ടോ? നിനക്ക് ആരോഗ്യം ഉള്ളപ്പോ പള്ളി പൊക്കോണം, ആരോഗ്യം ഉള്ളപ്പോ ഈശോ എന്ന് വിളിച്ചോണം. നിനക്ക് ഇപ്പൊ ഈ ബൈബിൾ കൺവെൻഷനിൽ പങ്കെടുക്കാൻ നിനക്ക് ആരോഗ്യമുണ്ട്, നിനക്ക് ഈശോ എന്ന് വിളിക്കാൻ ശേഷിയുണ്ട്. യെസ്, അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. നമ്മൾ ഓർത്തോണം, നാളെ എന്താകുമെന്ന് ഒരു പിടുത്തവും ഇല്ല. നാളത്തെ അവസ്ഥ നിനക്ക് അറിഞ്ഞുകൂടാ. നിനക്ക് ഇപ്പൊ ആരോഗ്യം ഉണ്ടല്ലോ, ഈ സമയത്ത് നീ ഈശോ എന്ന് വിളിച്ചോണം. നാളെയല്ല. ചിലരവിടൊക്കെ ധ്യാനത്തിന് വരാൻ, പ്രാർത്ഥിക്കാൻ വരുമ്പോ അവര് പറയും, റിട്ടയർഡ് ആവട്ടെ. റിട്ടയർഡ് ആയിട്ടെ 70 വയസ്സായിട്ട് എന്തിന്?
എഴുന്നേറ്റ് പോലും നടക്കാൻ പറ്റാൻ ആരോഗ്യമില്ല, കാലെ രണ്ട് നീരുമായിട്ട് ഇരിക്കുമ്പോ ഞാൻ ധ്യാനത്തിന് വരാമെന്ന്. ഇപ്പൊ തിരക്കാണ്, തിരക്ക്. ഇപ്പൊ നീ തിരക്കും പിടിച്ചോണ്ട് നടന്നോ. ഓർക്കണം, ഈശോയുടെ നേരെ നീ കൈ നീട്ടിയാൽ നാട്ടുകാരുടെ മുമ്പിൽ കൈ നീട്ടേണ്ടി വരികയില്ല. ഹല്ലേലൂയ. തമ്പുരാന്റെ മുമ്പിൽ മുട്ടുകുത്തിയാൽ നാട്ടുകാരുടെ മുമ്പിൽ മുട്ടുകുത്തേണ്ടി വരികയില്ലെന്ന്. ഇതൊരു ആത്മീയ രഹസ്യമാണ്. നമ്മുടെ തലയ്ക്കകത്ത് ഇത് കയറാതെ പോകുന്നത് മാനുഷികമായിട്ടുള്ള എതിർചിന്ത തലയ്ക്കകത്ത് വന്ന് പീഡിപ്പിക്കുന്നത് കൊണ്ടാ. വിശ്വസിച്ചോണേ, നിന്റെ വീട്ടില് പ്രാർത്ഥിക്കാതെ ദൈവവിചാരമില്ലാതെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ വിളിച്ചോണ്ട് വരാൻ കർത്താവ് നാളുകൾക്ക് ശേഷം ഇങ്ങനെ ഒരു രാജപുരം കൺവെൻഷൻ ഈ ദേശത്തിന്റെ അനുഗ്രഹമായിട്ട് ഒരുക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ദൈവം ആഗ്രഹിക്കുന്ന എന്നതാ, ഈ ദേശത്തിന്റെ അഭിഷേകം. കുറ്റം പറഞ്ഞ് മാറിയിരിക്കാൻ ആരും കൊണ്ട് പറ്റും. എന്നാൽ ഓർക്കണം, അതല്ലല്ലോ അതിന്റെ വഴി, അതല്ലല്ലോ അതിന്റെ വഴി. ദൈവം നിനക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു അവസരത്തെ ഉപയോഗിക്കണം. ബർത്തിമീസ് രക്ഷപ്പെട്ടത് എപ്പോഴാ? ബർത്തിമീസിന്റെ മുമ്പിലൂടെ ഈശോ പോയപ്പോൾ നാട്ടുകാർ വന്ന് പറഞ്ഞടാ മിണ്ടല്ലേ. ബർത്തിമീസ് മിണ്ടാണ്ടിരുന്നോ? ഇല്ല. ബർത്തിമീസിന് അറിയാം, ഇപ്പൊ ഞാൻ മിണ്ടിയില്ലെങ്കിൽ, ഇപ്പൊ ഞാൻ വിളിച്ചില്ലെങ്കിൽ ഞാൻ രക്ഷപ്പെടാൻ പോണില്ലെന്ന്. അവന്റെ ഉള്ളില് അത്രമാത്രം ഉറച്ച ബോധ്യമുണ്ട്. നാട്ടുകാര് മിണ്ടാണ്ടിരിക്കാൻ പറഞ്ഞപ്പോഴും അവൻ മിണ്ടാണ്ടിരുന്നില്ല. അവൻ ഉച്ചത്തിൽ വിളിച്ചു. എന്താ വിളിച്ചേ? ദാവീദിന്റെ പുത്ര, എന്റെ മേൽ കരുണയായിരിക്കണേ. അവൻ ഉച്ചത്തിൽ വിളിച്ചു. നാട്ടുകാര് മിണ്ടാണ്ടിരിക്കാൻ പറഞ്ഞപ്പോൾ അവൻ മിണ്ടാണ്ടിരുന്നിട്ടില്ല. കാരണം അവന്റെ ഉള്ളിൽ അത്രമേൽ ബോധ്യം. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ബോധ്യം ഈ കാലഘട്ടത്തിൽ നിന്റെ ഉള്ളിലും എന്റെ ഉള്ളിലും ഉണ്ടാവട്ടെ. യേശുവേന്ന് വിളിക്കാൻ കിട്ടുന്ന സമയത്ത് നീ അങ്ങ് വിളിച്ചോണം. തമ്പുരാന്റെ മുമ്പിൽ വരേണ്ട കിട്ടുന്ന സമയങ്ങളിലൊക്കെ പ്രാർത്ഥിച്ചോണം. നാളെ എന്താകുമെന്ന് ഒരു ഉറപ്പുമില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വലതും ഇടതും ഇരിക്കുന്നവരോട് പറഞ്ഞേ, ആരോഗ്യമുള്ള ഇപ്പൊ നീ പ്രാർത്ഥിച്ചോണം. പറഞ്ഞു കൊടുത്തേ, ആരോഗ്യം നിനക്കൊണ്ട് നടക്കാം. ശരിയാ, നടുവേദനയും പിത്തവും വാദവും ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാലും നിനക്ക് നടക്കാമല്ലോ. എന്നാലും നിനക്ക് ഇങ്ങോട്ടൊക്കെ വരാമല്ലോ. ഒരുപക്ഷെ കൺവെൻഷന് വരാതെ മാറി നിൽക്കുന്ന പലരും ഉണ്ടാവും. അവര് പറയുന്ന പല 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 ഉത്തരങ്ങളുണ്ടാവും, അല്ലേ? വൈകുന്നേരം മഴയുണ്ടാകും, അവിടെ പോയിട്ട് മഴ കൊള്ളണോ? വർഷത്തിൽ ഒരു ശുശ്രൂഷയുള്ളത് ഇതുപോലെ രാജപുരം കൺവെൻഷൻ. അതും വർഷങ്ങൾക്ക് ശേഷം കർത്താവ് ആഗ്രഹിക്കുകയാണ്, ആരംഭിച്ചിരിക്കുകയാണ്. പല പല തടസ്സങ്ങളും പറയാനുണ്ടാവും. ഞാൻ വീട്ടിൽ ഇരുന്ന് യൂട്യൂബിൽ കേട്ടാ പോരെ, ഞങ്ങൾ ഇവിടെ വന്നിരുന്ന് കേൾക്കേണ്ട ആവശ്യമുണ്ടോ? ഇപ്പൊ ഈ കൺവെൻഷനൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, പിന്നെ എന്തിനാ ഇതിന്റെ കാര്യം വല്ലതും ഉണ്ടോ? എന്തെല്ലാം അഭിപ്രായങ്ങളാണെന്നറിയോ? എന്തിനാ പിന്നെ ഇവിടെ വന്നിരിക്കുന്നത്? എന്റെ പ്രിയരെ, ഇങ്ങനെ ഇവിടെ വന്നിരുന്ന് ദൈവത്തെ നീ തേടുമ്പോൾ നീ പോലും അറിയാതെ നിന്നിൽ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്നു. ഇതാണ് നമ്മുടെ അനുഗ്രഹം. നിങ്ങൾ ബാങ്കിൽ 100 കോടി ഇടുന്നതോ, എസ്റ്റേറ്റ് വാങ്ങുന്നതോ, 2 നില വീട് പണിയുന്നതോ, കാറ് വാങ്ങുന്നൊന്നും അല്ലെന്ന്. ഇതാണ് നിന്റെ സമ്പത്ത്. ഈ ഭൂമിയിൽ അടുത്ത തലമുറയ്ക്ക് കൊടുക്കാൻ ഈ മലബാറിന്റെ ദേശവാസികൾക്കുള്ള സമ്മാനമാണ് ഈ രാജപുരം കൺവെൻഷൻ. വിശ്വസിക്കുന്നവർ നല്ലൊരു വെടിക്കെട്ട് കയ്യടി കൊടുത്തേ, കരങ്ങൾ ഉയർത്തി കയ്യടിച്ചേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആരോഗ്യമുള്ള ഈ നാളുകളിൽ നന്നായിട്ട് പ്രാർത്ഥിച്ചോണം. നാളെ എന്താകുന്നു ഒരു പിടുത്തോ ഇല്ലേ? ആ അപ്പന്റെ കിടപ്പ് കണ്ടപ്പോ എന്റെ ഉള്ളിൽ വന്ന ചിന്ത അതാ. നമ്മൾ നമ്മുടെ സേഫ്റ്റി, നമ്മുടെ സെക്യൂരിറ്റി, നമ്മുടെ സന്തോഷം നോക്കണേ. എന്നാൽ ഓർക്കണം, ഈ ശരീരം യേശു തന്നതാണെങ്കിൽ നിനക്ക് ശ്വാസം ഉള്ളിടത്തോളം കാലം, കരങ്ങൾ ഉയർത്താൻ പറ്റുന്നിടത്തോളം കാലം, ദൈവത്തിന് വേണ്ടി നടക്കാൻ പറ്റുന്നിടത്തോളം കാലം നടന്നോണം, വിളിച്ചോണം. കാരണം യേശുവിന് മാത്രമേ നിന്നെയും എന്നെയും രക്ഷിക്കാൻ പറ്റൂ. വിശ്വസിക്കുന്നവർ ആമേൻ എന്ന് പറഞ്ഞേ. ആമേൻ, ആമേൻ. പതിനായിരങ്ങളും പാടുന്നു തിരുനാഥനീശനെ വാഴ്ത്തുന്നു. പതിനായിരങ്ങളും പാടുന്നു തിരുനാഥനീശനെ വാഴ്ത്തുന്നു. പതിനായിരങ്ങളും പാടുന്നു ഒരു സ്നേഹഗീതമായി പാടുന്നു. പതിനായിരങ്ങളും പാടുന്നു ഒരു സ്നേഹഗീതമായി പാടുന്നു.